നമ്മളെങ്ങനെ സുരേഷ് ഗോപി അണ്ണന്റെ പുതുപുത്തൻ ചിത്രം കണ്ടടവേ. പുതുപുത്തൻ സുരേഷ് ഗോപി അണ്ണൻ അങ്ങനെ അഭിനയിച്ച അടിപൊളിയായിട്ട് വക്കീലായിട്ട് അങ്ങനെ തകർത്ത് തിമിർത്ത് ചിത്രം നമ്മൾ കണ്ടു. ചിത്രത്തിന്റെ പേരാണ് JSK. പേര് ഇപ്പൊ തന്നെ നല്ല പോലെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. കാരണം പേരിൽ വിവാദമുണ്ടായ ചിത്രമാണ് JSK. JSK എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജാനകി. ജാനകി എസ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ ജാനകിയുടെ പുറകിലായിട്ട് വി ചേർത്തു. ജാനകി വി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജാനകി വിദ്യാധരൻ പിള്ള. അതാണ് ഇതിലെ കഥാപാത്രം. അനുപമ പരമേശ്വരൻ ചെയ്യുന്ന കഥാപാത്രമാണ് ജാനകി. ഇതിൽ ജാനകി എന്ന കഥാപാത്രത്തിനെ മാനിക്കുന്നു. അത് ആദ്യം തന്നെ പറയേണ്ടതാണ്. മാനിക്കുന്നു. പക്ഷേ ഈ സിനിമ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ അഭിനയം തകർപ്പനായി മാറി. പുള്ളി അടിപൊളിയായിട്ട് പണ്ട് നമ്മൾ കണ്ട സുരേഷ് ഗോപിനെ ഉണ്ടല്ലോ, ഇവിടെ കിട്ടിയുണ്ട്, ഇവിടെ നമുക്ക് കിട്ടിയുണ്ട്. പുള്ളി അതുപോലെ നല്ല അടിപൊളിയായിട്ട് കിടുക്കൻ കടിച്ചപ്പൊട്ടാത്ത ഡയലോഗുകളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അടിപൊളിയാണ്. അതൊക്കെ പറയുമ്പോൾ സുരേഷ് ഗോപി ഫാൻസിന്റെ ഒക്കെ മനസ്സിന്റെ അകത്ത് ഒരു ചണ്ടമേളം ഒരിക്കലും ടക്ക നല്ല രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നുള്ള കുറെ താരങ്ങളൊക്കെ ഉണ്ട്, വെറും ചവറ് സാധനം പോലെയാണ് തോന്നിയത്. അലമ്പായിട്ട് തോന്നി അവരുടെ അഭിനയം കണ്ടപ്പോൾ. അതിലെ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് സുരേഷ് ഗോപി അണ്ണന്റെ മകൻ മാധവ് സുരേഷ്. എൻ്റെ പൊന്നടവേ, അവൻ എന്തൊക്കെയോ കാണിച്ചു ഒപ്പിച്ചിട്ടുണ്ട്. ഡയലോഗൊക്കെ പറയുന്നത് ആർക്കോ വേണ്ടി പറയുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. എന്തോ ഒരു പാവകളി പോലെയൊക്കെ ഫീൽ ചെയ്തു. അതേപോലത്തെ ഒരു അഭിനയം ചളകുളമാക്കി മാറ്റിയൊക്കെയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രം വേറെ ഏതെങ്കിലും യുവതാരങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത് പുള്ളി കുളമാക്കി വെച്ചു. പിന്നെ ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ കഥ പറച്ചിലിന്റെ രീതിയിൽ കുറെ രാഷ്ട്രീയമൊക്കെ കലർത്തി. ശരിക്കും പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ പള്ളക്കിട്ട് ഒരു കുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ രാഷ്ട്രീയമൊക്കെ ശരിക്കും രാഷ്ട്രീയം കൃത്യമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കുറെ പേരെ അത് നല്ലതുപോലെ രോഷം കൊള്ളിക്കും, കുറെ പേർക്ക് അത് ഇഷ്ടപ്പെടും. ആ തരത്തിലാണ് സിനിമയുടെ പോക്ക്. ഈ സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. കോടതി മുറിക്കുള്ളിലെ നാടകം. കോടതി മുറിക്കുള്ളിലെ സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചിന്താമണി കൊലക്കേസ് സുരേഷ് ഗോപി അണ്ണന്റെ ആ പടം നമ്മൾ കണ്ടു. ഈ അടുത്ത് മോഹൻലാൽ അണ്ണന്റെ നേരെന്ന് പറഞ്ഞ പടം കണ്ടു. അതിൽ അനശ്വര ചെയ്ത കഥാപാത്രമില്ലേ. പക്ഷെ ഈ അനശ്വര ചെയ്ത കഥാപാത്രത്തിന്റെ ആ സങ്കടവും ആ ദുഃഖഭാരവും ഒക്കെ നമ്മുടെ മനസ്സിൽ നല്ലതുപോലെ ഇങ്ങനെ കനത്ത് പെയ്യുന്ന ഒരു കടലിന്റെ ആരവമായിട്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു. കനത്ത് പെയ്യുന്ന മഴക്കാറിന്റെ ഒരു രോദനമായിട്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ചില ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ ഈ അനുപമ ചെയ്ത ആ വേഷം, ജാനകിയുടെ ആ ഒരു ദുഃഖം അത്രയേറെ ഫീൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ. എൻ്റെ മാത്രം അനുഭവമായിരിക്കും. അതെനിക്ക് തുറന്നു പറയുകയാണ്, അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഴുകി ചേർന്ന് കിട്ടിയില്ല. പിന്നെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിൽ ക്യാമറ വർക്കുകൾ അടിപൊളിയായിട്ടുണ്ട്. ഛായാഗ്രഹണം ചെയ്ത് രണദിവയാണ്. പുള്ളി അടിപൊളിയായിട്ട് അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കപ്പ് പറയണം, അത് ഓർത്തു വെച്ചതാണ്. മേക്കപ്പ് വൻ ഷോകായിപ്പോയി. നമ്മുടെ സുരേഷ് ഗോപിയുടെ താടിയൊക്കെ ഡൈ ഒക്കെ ചെയ്ത് വെച്ചതൊക്കെ ശരിക്കും അറിയാൻ പറ്റി. അതെന്തോ ആട്ടെ, അത് അങ്ങനെയൊക്കെ ഒരു സീനിലേക്ക് പോയി. പിന്നെ സിനിമ എങ്ങനെയുണ്ട് മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കഥ ഒക്കെ നല്ലതുപോലെയൊക്കെ ഇവർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു ആവറേജ് ആണ്. എനിക്ക് അത്ര പറയാനുള്ളൂ. ഒരു ആവറേജ് പടം. ഇപ്പം സുരേഷ് ഗോപി ഫാൻസിന് ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഈ പടം ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല. കാരണം കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ കോടതി മുറിക്കുള്ളിലെ ഈ വാഗ്ദോരണങ്ങൾ കൊണ്ടുള്ള ഡയലോഗ് അടിയൊക്കെ കേൾക്കുമ്പോൾ ബോറടി ആയിരിക്കും. അവർക്ക് രസകരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. മുതിർന്നവർക്ക് വേണ്ടിയുള്ള സിനിമയാണിത്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാന സർക്കാരില്ലേ, അവർക്കിട്ട് ഒരു കുത്തുകുത്ത അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പടം കണ്ടപ്പോൾ. എന്തായാലും സുരേഷ് ഗോപി എന്ന ആ മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് പറയാൻ വെമ്പിതുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമ ആ തരത്തിൽ പോകുന്ന, ഞാൻ സിനിമയുടെ കഥ പറഞ്ഞ് നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല. സിനിമ ആ തരത്തിൽ പോകുന്നൊരു കഥയാണ്. നല്ലതുപോലെ സ്ത്രീ അനുഭവിക്കുന്ന വേദന ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ സംവിധായകൻ പ്രവീൺ നാരായണനാണ്. അദ്ദേഹം തന്നെയാണ് രചനയും ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രവീൺ നാരായണൻ ആ രീതിയിലൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. അത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ആലോചനയിൽ ഇവരുടെ ഉള്ളിൽ ഇത് തലച്ചോറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നെത്തിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതൊരു അനാവശ്യമായിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യലായിട്ട് അവിടെ തോന്നിപ്പോയി. അത് വേണ്ടായിരുന്നു എന്നും തോന്നി. പിന്നെ ഇതിൽ മാധവ് സുരേഷിന്റെ അഭിനയം അത് വൻ ഷോക്കായി പോയിട്ട് അത് പറയാതിരിക്കാൻ വയ്യ. അത് നിങ്ങൾ പടം കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പൊ സുരേഷ് ഗോപി അണ്ണന്റെ മകനായതുകൊണ്ട് മാധവ് സുരേഷിനെ എങ്ങനെ നോക്കിയിരുന്ന് അടിച്ചു താഴ്ത്തുന്നതൊന്നല്ല. പുള്ളി അഭിനയിച്ചേക്കുന്നത് അതുപോലെയാണ്. അത് കണ്ട മനസ്സിലാവും. അതിപ്പോ ഏത് സുരേഷ് ഗോപി അണ്ണനെ ഇഷ്ടപ്പെടുന്ന ആരാധകരാണെങ്കിൽ പോലും ഇത് കാണുമ്പോൾ അവർക്ക് ഒരു ദേഷ്യം തോന്നും. അതുപോലെ ചെയ്തു വെച്ചേക്കണം. അങ്ങനത്തെ ഒരു ശോക
മൂകമാക്കിയേക്കാണ് പുള്ളിക്കാരൻ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ശോഭി തിലകൻ അങ്ങേരുടെ ഡയലോഗൊക്കെ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മുടെ ചിന്ത സീരിയലിലേക്ക് ഓടിപ്പോകും. എപ്പോഴും സീരിയലിൽ കേൾക്കുന്ന ഒരു ശബ്ദമുള്ളത്. പുള്ളി അഭിനയിച്ചേക്കുന്നത് അത്ര സുഖകരമായിട്ട് എനിക്ക് ഫീലും ചെയ്തില്ല. പിന്നെ ബൈജു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യദു കൃഷ്ണൻ പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദിവ്യ പിള്ള നന്നായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ ഒരു എന്താ പറയണ ഒരു മുന്നോട്ടുള്ള ഒരു ഉന്തിത്തള്ളിയ ഒരു പോക്കാണ് സിനിമയുടെ. പക്ഷെ ഈ പടത്തിന്റെ മുന്നോട്ടുള്ള ആ ഒരു പോക്കിനെ താങ്ങി പിടിച്ചിരിക്കുന്ന ആരാന്നറിയാമോ? അത് സുരേഷ് ഗോപി എന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ പടത്തിൽ ഇല്ലെങ്കിൽ ഉണ്ടല്ല, ഈ പടം കട്ട ശോകമാണ്. വേറെ ഒരു തരത്തിലും പടത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. സുരേഷ് ഗോപി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വരുന്ന വരവും അദ്ദേഹം ഡയലോഗ് പറയുന്ന രീതിയൊക്കെ അടിപൊളിയാണ്. സുരേഷ് ഗോപി ആരാധകർക്ക് കൈനീട്ടമായിട്ട് കിട്ടിയിരിക്കുന്ന സിനിമ തന്നെയാണ്. അത് നമ്മൾ എടുത്ത് പറയണ്ട. പക്ഷെ ബാക്കി സിനിമയുടെ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേ പോരായ്മകൾ അവിടെ ഇവിടെ ആയിട്ട് ഫീൽ ചെയ്യും. അത്ര രസകരമായിട്ടുള്ളൊരു അടിപൊളി ഒരു കൊല മാസ് പടമൊന്നും പറയാൻ പറ്റിയ പടമല്ല. ഒരു ആവറേജ് പോകുന്നൊരു പടമാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ കുറേ കാലമായല്ലോ സുരേഷ് ഗോപി ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പ്രേക്ഷകര് ഈ ചിത്രത്തിനെ അങ്ങനെ പെട്ടെന്ന് കൈവിട്ട് കളയുമെന്ന് തോന്നുന്നില്ല. നല്ലതുപോലെ ജനങ്ങൾ ഒഴുകി വരും. പക്ഷെ എല്ലാവർക്കും പടം ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരോട് തന്നെ ചോദിക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.